നമസ്കാരം. ഇത് നീതിയുടെ വിജയം. സ്നേഹം, ദയ, കരുണ ഇവയിൽ ഊന്നിയുള്ള പഠന സംസ്കാരമാണ് ഓരോ വിദ്യാലയത്തിന്റെയും മികവ്. ഓരോ വിദ്യാലയങ്ങൾക്കും അവയുടെ അച്ചടക്കവും മികവും വർദ്ധിപ്പിക്കേണ്ടതിന് ചില ചട്ടക്കൂടുകളും നിബന്ധനകളും അത്യാവശ്യമാണ്. ഓരോ വിദ്യാലയത്തിനും അവരുടെ നിയമങ്ങളും നിയമ സംഹിതകളും ഉണ്ടെന്നിരിക്കെ അവയ്ക്ക് മറുപുറമെത്താൻ ശ്രമിക്കുന്നത് വിദ്യാലയ അന്തരീക്ഷത്തിൽ തെറ്റ്. പള്ളുരുത്തി സെന്റ് റീത്ത പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കോടതിയുടെ ശക്തമായ ഇടപെടൽ. ഇനി ഈ വിഷയം അവസാനിപ്പിക്കാം എന്ന പരാമർശം അങ്ങനെ വലിയൊരു വിവാദത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനോ മതവികാരങ്ങൾ ഉണർത്തുന്നതിനോ പോയി മറിഞ്ഞ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനോ അല്ല ഈ ചർച്ച. ഇനിയും നമ്മുടെ നാട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വിദ്യാലയ അന്തരീക്ഷത്തിൽ പഠിച്ച് മിടുക്കരാകണം. ചില അനുസരണശീലങ്ങൾ ഉണ്ടായേ മതിയാവൂ. ഇത് നീതിയുടെ വിജയമാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത്. ഹിജാബ് വിഷയത്തിൽ ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്ത്? ഹിജാബ് വിഷയം ക്രൈസ്തവർ നൽകുന്ന സന്ദേശം എന്താണ്? ക്രൈസ്തവ വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾക്ക് ഇതൊരു പാഠമോ? ചാരത്തിൽ നിന്നും തീ ഊതി കത്തിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയോ? ഈ വിഷയമാണ് ഇന്ന് 4 മണി ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹിക നിരീക്ഷകനായ ഫാദർ ജോഷി മയ്യാറ്റിൽ, സിസ്റ്റർ വിമല ബിനു അസോസിയേറ്റ്സിലെ അഭിഭാഷക അഡ്വക്കേറ്റ് രമ്യ തോമസ്, സെന്റ് റീത്ത സ്കൂൾ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ എന്നിവരാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ അഭിഭാഷകയായ സിസ്റ്റർ രമ്യ തോമസിലേക്ക് ഒന്ന് പോവുകയാണ്. നമുക്ക് അറിയേണ്ടത് ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവിടെ ജഡ്ജ്മെന്റ് എന്തായിരുന്നു, ജഡ്ജിയുടെ പരാമർശങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ്. അഡ്വക്കേറ്റ് സിസ്റ്റർ രമ്യ തോമസ്, അങ്ങേക്ക് അതൊന്ന് വിശദമാക്കാമോ? നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സന്തോഷവും അതിലേറെ ഒത്തിരിയേറെ സമാധാനവും തരുന്ന ഒരു വിധിയായിരുന്നു നമുക്കിന്ന് ഹൈക്കോടതിയിൽ നേരിടേണ്ടി നമ്മളിന്ന് കണ്ടത്. നമ്മുടെ ജഡ്ജി ഓണറബിൾ ജഡ്ജ് അരുൺ സർ തന്നെ നമ്മുടെ ഒരു സ്കൂളിന്റെ വിദ്യാർത്ഥിയാണ്, ഒരു ക്രിസ്ത്യൻ സ്കൂളിന്റെ വിദ്യാർത്ഥിയും സിസ്റ്റേഴ്സ് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂളിന്റെ വിദ്യാർത്ഥിയും ആയിരുന്നുകൊണ്ട് ഒരു സ്കൂൾ എങ്ങനെ സിസ്റ്റേഴ്സ് നടത്തുന്നു എന്നുള്ളതിൽ പുള്ളിക്കാരന് വ്യക്തമായ ധാരണകൾ ഉണ്ടെന്നും അവിടെ ഇതുപോലെ ഒരു സംഭവം നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: ഇതൊരു മതസൗഹൃദപരമായ ഒത്തുതീർപ്പാണ് നമ്മൾക്ക് വേണ്ടത്. സിസ്റ്റർമാരുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാകും. സിസ്റ്റർമാർ കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് നിങ്ങളെടുത്ത തീരുമാനം, സ്കൂളിൽ നിന്ന് TC വാങ്ങി പോകുവാനുള്ള തീരുമാനം, അത് നിങ്ങളുടേത് മാത്രമാണ്. അല്ലാതെ അത് സിസ്റ്റേഴ്സ് നിങ്ങളെ സ്കൂളിൽ നിന്ന് ഫോഴ്സ്ഫുൾ ആയിട്ടോ ഹാരസ് ചെയ്തോ പറഞ്ഞു വിടുന്നതല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം. അതുപോലെ തന്നെ ജഡ്ജ് ഓൾസോ സെഡ് this is an example we have set for the state of Kerala, that we live in brotherhood, we live in love, and that is what we all witness for. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ജഡ്ജ്മെന്റ് തന്നെയാണ്. അദ്ദേഹം പറയുകയാണ്, കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നതരത്തിലുള്ള ഒരു പരാമർശം നടത്തി. അത് ശരിക്കും പറയുകയാണെങ്കിൽ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാലയങ്ങൾക്ക് നൽകിയ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് എന്ന് അങ്ങ് കരുതുന്നില്ലേ? തീർച്ചയായും. പുള്ളിക്കാരൻ പറഞ്ഞു ഓരോ ദിവസവും ഈ സ്കൂൾ എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ ഈ സ്കൂളിന്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കഴിയുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ ഒരു സ്കൂളിന്റെ ബെനിഫിഷ്യറി ആണ്, ഈ കത്തോലിക്ക സമുദായത്തിന്റെ ഒരു ബെനിഫിഷ്യറി ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കുന്നു, എന്ത് നടക്കില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക സമൂഹം എല്ലാവരെയും കൂട്ടി നിർത്തുകയും ഒത്തുചേർത്ത് നിർത്തുകയും നമ്മളെ എല്ലാവരെയും അവരിൽ ഒരാളായി കാണുകയും ചെയ്യുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് കുറെ ആളുകളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാരും ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഉണ്ടാക്കിയ വിവാദമാണ്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നത് പോലെ ഉള്ളപ്പോൾ ഉണ്ടായ ഒരു മതത്തിനെ ഏൽപ്പിച്ച വലിയൊരു മുറിപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ ജഡ്ജ്മെന്റ് തീർച്ചയായും കേൾക്കേണ്ടിയിരിക്കുന്നു. ഫാദർ ജോഷി മയ്യാറ്റിൽ, അങ്ങയിലേക്ക് ഞാനൊന്ന് വരികയാണ്. ഇത് ഒരു നീതിയുടെ വിജയമാണ്. നമുക്കറിയാവുന്നതുപോലെ അച്ഛൻ നിരന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഇതിനെക്കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് ഒരു നീതിയുടെ വിജയമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇത് നീതിയുടെ വിജയമാണ്, സംശയമില്ല. ഇത് അതോടൊപ്പം തന്നെ അനീതി പ്രവർത്തിക്കുന്നവർ പിന്തിരിഞ്ഞോടേണ്ടി വരും എന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു അനുഭവവും കൂടിയാണ്. അതായത് ഇന്ന് കോടതിയിൽ നടന്നത് ശ്രദ്ധിച്ചു വീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും. സ്റ്റേറ്റ് അറ്റോർണി
അവിടെ എത്തിയത് തലയൂരുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു. കാരണം ഇവരുടെ നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് ഇവർക്ക് വളരെ ബോധ്യപ്പെട്ടു. വിവരക്കേടുള്ള ചില തലപ്പത്തിരിക്കുന്നവരും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തിന്റെ ചീഞ്ഞളിഞ്ഞ അവസ്ഥയെ പുറത്ത് വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നിലപാടിലൂടെ തെളിഞ്ഞു വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീർണതയാണ്. യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് കയറിയിരുന്ന് ആ വകുപ്പിനെ അങ്ങേയറ്റം വളരെ താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തെളിവാണ് ഇന്നത്തെ കോടതിയിൽ സ്റ്റേറ്റ് അറ്റോർണി ഇതിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് നടത്തിയ ഒരു പ്ലീ. ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിന് അവര് ചെയ്തത് കുട്ടിയുടെ അഭിഭാഷകനെ കൊണ്ട് കുട്ടി അവിടെ പഠിക്കാനായിട്ടില്ല, അതുകൊണ്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത് എല്ലാവർക്കും മനസ്സിലായി, വളരെ വ്യക്തമായി മനസ്സിലായി. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് സ്കൂളിനെതിരെ തങ്ങൾക്കില്ലാത്ത അവകാശം ഉപയോഗിച്ച് ഒരു നോട്ടീസൊക്കെ അങ്ങോട്ട് ഇറക്കിയിട്ട് അതിൽ ഒരു ഓർഡറൊക്കെ ഇട്ടിട്ട് ഡിറക്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ കൊച്ച് ഇങ്ങനെ വരുള്ളൂ, നിങ്ങൾ അത് വായിച്ചു നോക്കണം. ഈ ഈ അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്നുള്ള സിസ്റ്റർ രമ്യക്ക് അത് കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കണം. എത്ര അധപ്പതിച്ച അവസ്ഥയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എന്നറിയാൻ ആ നോട്ടീസ് കേരളത്തിലെ എല്ലാ മലയാളികളായ എല്ലാവരും പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അത് വായിച്ചു മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, നീതിയുടെ വിജയം തന്നെയാണ്. 2, അക്രമികളുടെ പരാജയമാണ്. അക്രമം കാണിക്കുന്നവരുടെ പരാജയം. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ ദിനമാണ്. പറന്നിറങ്ങി ആക്രമിച്ച ദിനമാണ് ഒക്ടോബർ 7. കൃത്യം ആ ദിവസമാണ് കേരളത്തിലെ ഭീകരവാദികളായ ഒരു പ്രസ്ഥാനം ഈ കുട്ടിയുടെ പിതാവുമായി ചേർന്ന് ഈ പരിപാടിക്ക് പ്ലാൻ ഇട്ടത്. ഒക്ടോബർ 7, ഒക്ടോബർ 8, പിന്നെ ഒക്ടോബർ 10 അവർ നേരിട്ട് സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. സ്കൂളിൽ വലിയ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയായിരുന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവിടുത്തെ PTA വലിയ അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം നശിപ്പിക്കുകയായിരുന്നു. പോലീസിനെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയുണ്ടായി. ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ട് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ചോദ്യം ഉയർത്താൻ കഴിയാതെ പോയത്? STPIക്ക് വിദ്യാലയത്തിൽ എന്തു കാര്യം? ചോദിച്ചോ ആരെങ്കിലും? STPIക്ക് വിദ്യാലയത്തിൽ എന്തു കാര്യം? ഇവിടുത്തെ പ്രതിപക്ഷമോ ഇവിടുത്തെ ഭരണപക്ഷമോ ചോദിച്ചോ ഇതുവരെ? മാധ്യമരംഗത്തുള്ളവർ ചോദിച്ചോ ഇതുവരെ? ഇവിടെയുള്ള സാംസ്കാരിക നേതാക്കൾ ചോദിച്ചോ ഇതുവരെ? അക്രമകാരികൾക്കും അവരെ പിന്താങ്ങുന്നവർക്കുമുള്ള തിരിച്ചടിയുടെ ദിനമാണ് ഇന്ന്. എനിക്ക് ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ജോഷി കൈതവളപ്പിൽ അങ്ങയിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ, അങ്ങ് നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ്. കാരണം അന്നത്തെ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അന്ന് നിശിതമായ വിമർശനമാണ് മന്ത്രിയുടെ അടുക്കൽ നിന്ന് പോലും അങ്ങേക്ക് ഏൽക്കേണ്ടി വന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ആദ്യ പ്രതികരണം എന്താണ്? ശ്രീ ജോഷി കൈതവളപ്പിൽ. സത്യമേ ജയിക്കൂ, സത്യം മാത്രമേ ജയിക്കൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. കാരണം ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിന്റെ മുന്നിൽ നിന്നാണ്, ഇരുട്ടിന്റെ മറവിൽ നിന്നല്ല ഞങ്ങളതെല്ലാം പറഞ്ഞിരിക്കുന്നത്. കാരണം സത്യം നമ്മൾ കണ്ട് അനുഭവിച്ച ആളുകളാണ്. നമ്മൾ പറയാനായിട്ടുള്ള സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യമാണ് ഇന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത്. പൊതുസമൂഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ കോടതിയിലേക്ക് വരുമ്പോഴാണല്ലോ അതിനൊരു വിധി ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും സത്യം മാത്രമാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. അന്തിമ വിജയം സത്യത്തിനായിരിക്കും. നമുക്കറിയാമല്ലോ, സൂര്യനെ കൈകൊണ്ട് മറച്ചു പിടിച്ച് എത്ര നേരം നമുക്കത് തടഞ്ഞു വെക്കാൻ പറ്റും? സൂര്യൻ പുറത്തു വരും, വെളിച്ചമുണ്ടാവും. ആ സത്യം മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്.
ഓക്കെ, പിന്നെ തീർച്ചയായും. എന്നോട് ആ, പറഞ്ഞോളൂ എനിക്കുണ്ടായ ആ ഒരു എന്താ പറയാ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് അത് ഞാൻ എന്താ പറയാ പുച്ഛത്തോടെ തള്ളിക്കളയാണ്. കാരണം എന്റെ കൂടെ സത്യമറിയാവുന്ന സ്കൂളിലെ പേരൻസ്, അതായത് മുഴുവൻ കുട്ടികളുടെ പേരൻസ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും നമുക്ക് നെഗറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു സത്യം വിളിച്ചു പറയാനായിട്ട് എനിക്ക് പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു നിയോഗം എനിക്കുണ്ടായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റെല്ലാം ഈ പറയുന്ന പൊതുസമൂഹം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, തീർച്ചയായും സത്യം വിളിച്ചു പറയുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അവസാന വിജയം എന്ന് പറയുന്നത് നീതിയുടെ തന്നെ ആണ് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഹൈക്കോടതിയിലെ പരാമർശം പോലും. സിസ്റ്റർ രമ്യ തോമസ്, അങ്ങയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരികയാണ്. ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെ കോടതിയിൽ പോയി നിൽക്കുക, സ്വന്തം ഓപ്പോസിറ്റായി നിൽക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി തന്നെ ആയിരിക്കുക, അവർക്ക് വേണ്ടി ഇത്രയും നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാദ പരാമർശത്തിൽ അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി വാദിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതിന് ഹാജരാകേണ്ടി വരിക, ഒരു സിസ്റ്റർക്ക് എങ്ങനെയാണ് ഈ സമയത്തെ അതിജീവിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത്? അങ്ങയുടെ ആ അനുഭവം ഒന്ന് പറയാമോ? ഞാനിത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എനിക്കിത്. ഇവിടെ വരുന്നതിന് മുമ്പ്, ഈ കേരള ഹൈക്കോടതിയിലോട്ട് ഞാൻ ഈ ഒരു പ്രൊഫഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാനും ഒരു ടീച്ചറായിരുന്നു, ഒരു കോളേജിന്റെ ഡയറക്ടർ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു കുട്ടി എനിക്ക് ആരാണെന്നുള്ളത്, എന്റെ ജീവിതത്തിൽ ഓരോ കുട്ടികളുടെയും പ്രാധാന്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്ന് അവിടെ ആ കുട്ടിക്ക് ഓപ്പോസിറ്റായി നിൽക്കേണ്ടി വന്നപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ അസോസിയേറ്റ്സ്, എന്റെ സീനിയർ ആയിട്ടുള്ള വിമല ബിനു, അഡ്വക്കേറ്റ് വിമല ബിനു, ഞങ്ങളുടെ അസോസിയേറ്റ്സ് എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടിയാണ് നിന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഈ ഒരു വാദം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇതാണ് നാളെ ചരിത്രത്തിലോട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടിയെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പ്ലാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വാദത്തിലും ഈ കുട്ടി ഞങ്ങളുടേതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുട്ടിയെ തള്ളി പറയുന്നതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എപ്പോഴും കുട്ടിയെ ചേർത്ത് പിടിക്കുവാനും കുട്ടി ഞങ്ങളുടേതാണ്, ഞങ്ങളിൽ ഒരാളാണ്, ഞങ്ങളുടെ കുട്ടികളിൽ ഒരാളാണെന്നുള്ള നല്ല ബോധത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇന്ന് സംസാരിച്ചത്. പക്ഷെ നമുക്ക് ഈ വിവാദങ്ങൾക്ക് ഒരു അവസാനം വരണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ഒത്തിരി മീഡിയ ആഘോഷിക്കുകയും മീഡിയ ഹൈപ്പ് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകണം. ഈ പിള്ളേർക്ക് വേണ്ടി ദിനരാത്രികളോളം കഷ്ടപ്പെടുന്ന സിസ്റ്റേഴ്സിന് ഒരു വോയിസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അവരും കേൾക്കപ്പെടണം. കറക്റ്റായ കാര്യങ്ങൾ, അവർ പറയുന്ന കറക്റ്റായ കാര്യങ്ങൾ കേൾക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടും തീഷ്ണതയോടും കൂടിയാണ് ഇന്ന് ഞങ്ങൾ സംസാരിച്ചത് കോടതി. അതുകൊണ്ട് തന്നെ കുട്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്നത് നമുക്ക് വിഷമമുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കോടതി വിധി ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ സമാധാനപരമായ ഒരു കോടതി വിധിയായിട്ടും സ്വീകരിക്കുന്നു. ആ കുട്ടി എവിടെ പഠിക്കുവാണെങ്കിലും കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്, സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ കൊണ്ടുപോവുകയാണ്. ഏത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും നല്ലത് മാത്രം വരുത്തട്ടെ, അല്ലെങ്കിൽ നല്ലത് മാത്രം വരുത്തണേ എന്നൊരു പ്രാർത്ഥന മാത്രം. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സ്നേഹം, ദയ, കരുണ എന്നൊക്കെ പറയുന്ന മൂല്യങ്ങൾ ഈ ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ ഏറെക്കൂടി കാണുന്നു. എങ്ങനെ പറഞ്ഞോളൂ. നമ്മുടെ ഇന്ന് അഡ്വക്കേറ്റ് വിമല ബിനു പറഞ്ഞ ഒരു കാര്യം അത് തന്നെയായിരുന്നു. ഇത് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയമാണ്. ഒരമ്മ ഒരു കുഞ്ഞിന് വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് സ്കൂൾ ആ കുഞ്ഞിനോട് സംസാരിച്ചിരുന്നത്. പക്ഷെ പല ആൾക്കാരും അത് വളരെ മോശമായി ചിത്രീകരിക്കുകയും അത് വേറെ തലങ്ങളിലോട്ട് എടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രം എസ്കലേറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണിത്. അപ്പൊ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ ആവശ്യം. അതുപോലെ തന്നെ ഇത് ആ സ്കൂളിനുള്ളിൽ തീരേണ്ട ഒരു പ്രശ്നം പല സാംസ്കാരിക വിരുദ്ധര് ഇടപെട്ട് ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റി. ഇത് മെയിൻ സ്ട്രീം മീഡിയകൾ ഇത് ആഘോഷമാക്കി മാറ്റി. നമ്മളെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്താൻ അവരൊരു ഉപകരണമാക്കി മാറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതൊരു സ്കൂളിൽ തന്നെ പെട്ടെന്ന് തീരേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ അതിങ്ങനെ ഊതി കത്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിദ്യാലയം കൂടി ആയപ്പോൾ പലരും മുതലെടുപ്പിന് ശ്രമിക്കുകയും ചെയ്തു. ഈ ഹിജാബ് വിഷയത്തിൽ ഈ ക്രൈസ്തവർക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ഫാദർ ജോഷി മയ്യാറ്റിൽ, അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിൽ ക്രൈസ്തവർക്ക് അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നത്. ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എത്ര കൃത്യതയോടുകൂടിയാണ് അവര് നിലപാടെടുത്തത്, എത്ര ഭംഗിയായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്തത്. ഈ കുട്ടിയോട് ഇപ്പൊ അതിനുശേഷം ശിരോവസ്ത്രം എന്തെല്ലാമാണ് അവരെ അവഹേളിക്കാനായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ
സന്യസ്തരെ അവഹേളിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് പോലും. എന്ന് മാത്രമല്ല, അവർക്കെതിരെ വലിയ ഒരു ഒരു സൈബർ ആക്രമണം, അതും ഭീകരവാദ സെല്ലുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉണ്ടായപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവര് എത്ര ആത്മീയ ഒരു സ്വസ്ഥതയോടെയും ശാന്തതയോടെയാണ് അതിനെ നേരിട്ടത്. അപ്പൊ ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത് ക്രൈസ്തവർക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഈ സമയത്ത് ഒരാളും വർഗീയതയുടെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. കാരണം അത്രയ്ക്ക് വർഗീയമായ പ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സത്യം എന്ത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ക്രൈസ്തവ മേഖലയിൽ നിന്ന് അങ്ങേയറ്റം ഡീസന്റായ, അങ്ങേയറ്റം മതേതരത്വത്തിന്റെ, അങ്ങേയറ്റം ശാന്തതയുടെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ക്രൈസ്തവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിതിനെ ഒന്നാമതായിട്ട് തോന്നുന്നത്. രണ്ട്, ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് ക്രൈസ്തവർ മാത്രമല്ല പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടത്തെ നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാർക്കും ഭരണകൂട കുലാണ്ടർമാർക്കും ഒറ്റ താല്പര്യമേ ഉള്ളൂ. ഇവിടുത്തെ ജനം സമാധാനമായിട്ട് ജീവിക്കണം എന്നല്ല, ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തങ്ങളുടെ അഴിമതികളെ മൂടിവെക്കണം. നമ്പർ 1, സ്വർണപ്പാളിയെ ഹിജാബിട്ട് മൂടിവെക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിജയിച്ചു എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. ഒപ്പം എനിക്കറിഞ്ഞൂടാ വിവേകമാണോ വിവേകാണോ, ഓക്കെ, മൂടപ്പെട്ടു ഹിജാബിലൂടെ എന്നും പൊതുസമൂഹം തിരിച്ചറിയണം. ഇപ്പോ രാഷ്ട്രീയമായി അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം സർക്കാർ പിന്തിരിഞ്ഞോടി. നോക്കണം, ഇത് പൊതുസമൂഹം തിരിച്ചറിയും. ഇത് പച്ചക്ക് പറയുകയാണ്, തെളിച്ചു പറയുകയാണ്. ഇതിലൂടെ തങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന 2 കാര്യങ്ങൾ ഭരണപക്ഷം നടത്തിയെടുത്തു. ഒന്ന്, മൂടിവെക്കേണ്ട കാര്യങ്ങൾ മൂടിവെക്കാൻ ഈ സംഭവം അവര് ശരിക്കങ്ങോട്ട് കത്തിച്ചു. 2, രാഷ്ട്രീയമായി ഇനി ബാലറ്റ് വരുമ്പോ ബിരിയാണി കിട്ടും എന്ന് വിചാരിച്ച് അവര് ആ രീതിയിലും കൂടി കാര്യങ്ങളെ ക്രമീകരിച്ചു. അവസാനം എല്ലാം ഏതാണ്ടൊക്കെ ശരിയായി എന്ന് കണ്ടപ്പോ ഇനി കുട്ടി അവിടെ പഠിക്കണ്ട, പോയിക്കോ എന്നും പറഞ്ഞ് കാര്യം അങ്ങോട്ട് തീർത്തു. ഇത് ക്രൈസ്തവർ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയണം. ഈ രാഷ്ട്രീയക്കാർ, ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാനുള്ള നല്ലൊരു അവസരമാണിത്. 3, എനിക്ക് പറയാനുള്ള മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ക്രൈസ്തവരാകട്ടെ പൊതുസമൂഹം, എനിക്ക് ക്രൈസ്തവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ സംസാരിക്കുന്ന ഈ പൊതുസമൂഹത്തോടാണ്, ഇന്ത്യൻ പൗരന്മാരോടാണ്, കേരളത്തിലെ പൗരന്മാരോടാണ്. നമുക്ക് അല്പം കൂടി കോൺസ്റ്റിറ്റ്യൂഷണൽ അവെയർനെസ് നമുക്ക് വേണം. നിയമപരമായ ബോധം നമുക്ക് വേണം. ഒരു മന്ത്രി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ, ഏതെങ്കിലും ഒരു വകുപ്പ് ഇന്നത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ഉടനെ കയ്യും കൂപ്പി ചൂളി നിൽക്കാനുള്ളവരല്ല പൗരന്മാര്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച്, ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും കൃത്യമായ ധാരണ പൗരന്മാർക്കുണ്ടായിരിക്കണം. ഇപ്പോ മുനമ്പം വിഷയം, ഇപ്പോ ഈ വിഷയം, ഓരോ വിഷയത്തിലും തെളിഞ്ഞു വരുന്നത് ഭരണഘടനാപരമായ ജ്ഞാനം നേടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന വലിയ സത്യമാണ്. ഇത്രയും കാര്യമാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്. ഓക്കെ അച്ഛാ, ശരിക്കും തീർച്ചയായിട്ടും ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഉണർന്ന് എഴുന്നേറ്റ് അവർ പ്രതികരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം രാഷ്ട്രീയത്തിൽ നടക്കുന്ന പല അഴിമതികളും മൂടിവെക്കാനായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവരുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. പക്ഷേ അത് ക്രൈസ്തവ മാനേജ്മെന്റുകളോട് കൂടുതലാവുമ്പോൾ ശ്രദ്ധ, കൂടുതൽ അറ്റൻഷൻ അവിടേക്ക് ലഭിക്കുകയും ചെയ്യും. ശ്രീ ജോഷി കൈതവളപ്പിൽ, അങ്ങിലേക്ക് ഞാനൊന്ന് വരികയാണ്. എനിക്ക് അവിടുത്തെ സാഹചര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പോൾ ഒരു നീതി നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇതിനു മുൻപ് 2 കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ബാക്കിയുള്ള പേരൻസ് ഒക്കെ എന്താണ് അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവർ സ്കൂളിൽ നിന്ന് കുട്ടികളെ മാറ്റുന്നതിനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള നിലപാടുകൾ എടുക്കുന്നുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അങ്ങേക്ക് പറയൂ.
എനിക്ക് പറയാനുള്ള ഈ വിഷയത്തില് 3 പാരന്റ്സ്, 2 പാരന്റ്സിൽ 3 കുട്ടികൾ. ഇപ്പം ഒന്ന് ഈ വിഷയം ഉണ്ടാക്കിയ കുട്ടി, അതെ. മറ്റു അവരുടെ ബന്ധുക്കളായിട്ടുള്ള 2 കുട്ടികൾ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് മറ്റിടങ്ങളിൽ നിന്ന് അറിഞ്ഞതാണ്, കൃത്യതയില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അവരൊഴികെ എല്ലാവരും, എല്ലാ ആളുകളും, എല്ലാ പേരൻസും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു നിർദ്ദേശവും കൂടി നടത്തുന്നുണ്ട്. കാരണവശാലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. പിന്നോട്ട് പോയാൽ ഞങ്ങളുടെ കുട്ടികളെ മാറ്റും എന്നുള്ള നിലപാട് അറിയിച്ച പാരന്റ്സുകളുമുണ്ട്. അതായത് ഒരു കുട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ 1-2 കുട്ടികൾക്ക് വേണ്ടിയോ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കം ലംഘിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും മറ്റ് പാരന്റുകളിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സപ്പോർട്ടാണ് ഈ ഒരു വിജയത്തിന്റെ. അതുകൂടാതെ എനിക്ക് ഇതിനകത്ത് ചേർത്ത് പറയാനുള്ളത്, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഞാൻ വിദ്യാഭ്യാസ വകുപ്പിനെ അടച്ചാക്ഷേപിക്കുകയല്ല. എന്നിരുന്നാലും ഇത് പറയാതെ പോകാൻ പറ്റില്ല. ഒരു ഫോൺ കോളിന്റെ, അജ്ഞാത ഫോൺ കോൾ, അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിരുന്ന ഫോൺ കോൾ എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു അജ്ഞാത ഫോൺ കോൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി വന്ന സുമേഷ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ, അതിന് നിർദ്ദേശിച്ച സാഹിദ എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഡെപ്യൂട്ടി DEO. അപ്പൊ ഇവരെല്ലാം ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ശക്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ പിന്നിൽ ആളുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് ഇത്രയും ഈ ഒരു നിമിഷ നേരം കൊണ്ട് ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി 4 പേര് വരുന്നതാണ് സുമേഷ് എന്ന് പറഞ്ഞ ജീവനക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു 4 പേര് നിങ്ങൾ വന്നു, കുഴപ്പമില്ല. നിങ്ങൾ ഉത്തരവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ കൊണ്ടുവരും. അപ്പൊ അവർ പറഞ്ഞു ഉത്തരവ് നിങ്ങൾ എഴുതി തന്നാൽ മതി എന്നുള്ളത്. ഈ കുട്ടിയെ പഠിപ്പിക്കണമെന്നുള്ള ഉത്തരവ് എഴുതി മേടിച്ചു കൊണ്ടുവരാൻ, ഈ രീതിയിൽ എഴുതി മേടിച്ചു കൊണ്ടുവരാനായിട്ട് വളരെ ദ്രുതഗതിയിൽ ഒരു തീ പിടിച്ച ഫയർഫോഴ്സ് എത്തുന്നേക്കാളും വേഗത്തിലാണ് അവർ വന്നത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു മുൻ ആസൂത്ര പ്രകാരമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ശക്തമായി ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ടതാണ്. നമ്മൾ ആലോചിക്കുകയാണ്, ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഇത്ര എന്താ പറയാ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഈ സ്കൂളിനെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം, അത് വിദ്യാഭ്യാസ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തില് ചില അഴിമതികൾ കൃത്യമായിട്ട് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒക്കെ അച്ഛൻ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അങ്ങനെയും അങ്ങ് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. സിസ്റ്റർ രമ്യ തോമസ്, അങ്ങയിലേക്ക് ഞാൻ വരികയാണ്. അത് ഇന്ന് കോടതിയിൽ ഉണ്ടായ ഒരു വാദം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, നിരവധി രാഷ്ട്രങ്ങളിൽ ഈ ഹിജാബ് നിരോധിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടി നമ്മളുടെ സ്കൂളും ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹിജാബ് നിരോധനം. അല്ലാതെ ഇതൊരു മതത്തിനെ മാറ്റി നിർത്തുകയോ ഒന്നും ആയിരുന്നില്ല എന്ന് പറയുകയുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അതെ, നമ്മൾ ഇത് വളരെ കാര്യമായി പഠിച്ചൊരു വിഷയമായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ആഴ്ച നമ്മൾ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് തന്നെ നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പല രാഷ്ട്രങ്ങളിലും, അതും മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ പോലും ഈ ഹിജാബ് അവർ നിരോധിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും സ്കൂളുകളിൽ നിരോധിച്ചിട്ടുണ്ട്, പൊതുസ്ഥലങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്, കോടതികളിൽ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ നിരോധിക്കലിന്റെ എന്തെങ്കിലും അതിന്റെ കീഴിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ നിരോധിക്കാനായിട്ട് ഹിജാബ് എന്ന വസ്തു മാത്രമല്ല, വേറെ ഒരു തരത്തിലുള്ള നമ്മൾ മതേതരത്വം കാണിക്കുവാനായിട്ട് ഒരു മതത്തിന്റെയും വസ്ത്രങ്ങൾ ധരിച്ചു വരുവാനായിട്ട് നമ്മൾ അനുവാദം കൊടുക്കുന്നില്ല. അതൊരു ഡിസിപ്ലിനയുടെ ഭാഗമാണ്, അത് ഒരു ഈക്വാലിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ എന്ന് കാണിക്കുവാനാണ്. അതുപോലെ തന്നെ സെന്റ് റീറ്റ സിസ്റ്റേഴ്സ്, സെന്റ് റീറ്റ സ്കൂൾ നടത്തുന്ന സിസ്റ്റേഴ്സ് അഗസ്റ്റേനിയൻ കോൺഗ്രിഗേഷനിൽ പെട്ട ഒരു സിസ്റ്റേഴ്സ് ആണ്. ഈ അഗസ്റ്റേനിയൻ കോൺഗ്രിഗേഷൻ ഞാൻ കറക്റ്റ് ആണെങ്കിൽ ഒരു 64 രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്യും, അവിടെയൊക്കെ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിലും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്, ഈ പിള്ളേരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും അതിന്റെ
അവരിൽ ഒരു ഈക്വാലിറ്റിയും മതേതരത്വവും പ്രചരിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ വാദിച്ചത്. ഓക്കെ, തീർച്ചയായിട്ടും 54ഓളം രാജ്യങ്ങളിലായി കിടക്കുന്ന 54. ഈ കോൺഗ്രിഗേഷനിൽ 47ഓളം രാജ്യങ്ങളിലും ഹിജാബ് നിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള വസ്ത്രങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും അതിന് കോടതി നല്ലൊരു അപ്രീസിയേഷൻ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ പഠിച്ചുകൊണ്ട് തന്നെ, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചയോളം എടുത്തുള്ള ഒരു പഠനമായിരുന്നു ഈ പോയിന്റിലേക്ക് എത്തിയത് എന്നുള്ളത് വളരെ പ്രശംസനീയം തന്നെയാണ്. ഫാദർ ജോഷി മയ്യാറ്റിൽ, അങ്ങിലേക്ക് ഞാനൊന്ന് വരികയാണ്. പലപ്പോഴും ഈ വിഷയം ചാരമായപ്പോഴും ഊതി കത്തിക്കാൻ ശ്രമിച്ച കുറെ ആളുകളുണ്ട്. അവർ ഇതെങ്ങനെയും ഒന്ന് കത്തണം എന്ന് മാത്രമായിരുന്നു അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, വിചാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് കിട്ടിയ ശക്തമായ ഒരു അടി തന്നെ ആയിരുന്നില്ലേ ഇന്നത്തെ കോടതി വിധി? നോക്കൂ, എനിക്ക് ഇവിടെ ഞാൻ പറയാനുള്ളത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഈ ഒരു കോടതി വിധി എന്ന് പറയുന്നത് സത്യത്തിൽ കോടതിക്ക് കാര്യമായി വിധിക്കേണ്ടി വന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കോടതിക്ക് വിധിക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും കാര്യമായിട്ട് വാദിക്കേണ്ടി ഒന്നും വന്നില്ല. സംഗതി തുടങ്ങിയപ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകൻ, ഞാനത് ഫോളോ ചെയ്ത ആളാണ്, ഞാൻ അവിടെ ഇരുന്ന് മുഴുവൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സർക്കാർ അഭിഭാഷകൻ ഉടനെ തന്നെ ഓടാനായിട്ട് റെഡി ആയിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഭരണഘടന എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ട്. ആ ഫോക്കസ് നമുക്കെല്ലാവർക്കും വേണം, ഭരിക്കുന്നവർക്കും വേണം, സർക്കാരിന്റെ വകുപ്പുകൾക്ക് വേണം, ഇവിടെയുള്ള വിദ്യാലയങ്ങൾക്ക് വേണം, ഇവിടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണം, ഇവിടുത്തെ പൗരന്മാർക്ക് വേണം. ഇനി അതിനു വിരുദ്ധമായി, കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള ശക്തികൾ, ആ ശക്തികളാണ് ഇവിടെ മൊത്തം കത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമുള്ള ഏക വിശുദ്ധ ഗ്രന്ഥം അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയിലെ പൗരന്മാർക്ക് എല്ലാവർക്കുമുള്ള ഏക വിശുദ്ധ ഗ്രന്ഥം അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇനി ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന നമ്മെ സംബന്ധിച്ച് രാഷ്ട്രീയമായ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ സിവിക് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമ്മെ സംബന്ധിച്ച് ബൈബിൾ പോലെ തന്നെ പ്രധാനമായി നമ്മൾ കാണും. ഇതുപോലെ ഓരോ കൂട്ടരും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോക്കസ് വേണം. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഭരണഘടനയ്ക്ക് പകരം സ്വന്തം ചില പുസ്തകങ്ങൾ ഇവിടെ വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മതരാഷ്ട്രവാദികൾ. ഇത് മൈനോറിറ്റി മതരാഷ്ട്രവാദികളാവട്ടെ, മജോറിറ്റി മതരാഷ്ട്രവാദികളാകട്ടെ, അവരെല്ലാം തിരിച്ചറിയണം കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഭരണഘടനയുടെ പ്രാധാന്യം. ഇത് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. തീർച്ചയായും ഭരണഘടന ആയിരിക്കണം നമ്മളുടെ എല്ലാ കാലത്തും മുന്നോട്ട് നിൽക്കേണ്ടത്, മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഗ്രന്ഥം മാത്രം ഇവിടെ ഇരിക്കണം എന്ന് വാദിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞ ആ പോയിന്റ്. പഠനം എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും മൗലിക അവകാശമാണെന്നിരിക്കെ വിദ്യാലയങ്ങളുടെ നിയമങ്ങൾക്ക് അനുസൃതമായി പഠനം കൊണ്ടുപോകുമ്പോഴേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇവയിലൂടെ ഓരോ വിദ്യാർത്ഥികളും ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ. വിവാദങ്ങൾക്കും മത്സരങ്ങൾക്കും നമുക്ക് അവധി നൽകാം. നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, ഒപ്പം പ്രയത്നിക്കാം. വൈകുന്നേരം ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും നന്ദി. താങ്ക് യു.